നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ വീണ വിജയനെ 2 വട്ടം ചോദ്യം ചെയ്തതിനു ശേഷം CMRL ഉദ്യോഗസ്ഥരെ വരിഞ്ഞു മുറുക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കഴിഞ്ഞ 2-3 ദിവസമായി CMRLന്റെ വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് EDക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത്. ഇപ്പോൾ അനിൽ ആനന്ദ പണിക്കർ എന്ന CMRLന്റെ മറ്റൊരു ഡയറക്ടർ EDക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട്. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ്. CMRLന്റെ ഡയറക്ടർ ബോർഡ് അംഗമാണ്. മാത്രമല്ല ഇദ്ദേഹത്തിന് CMRLന്റെ ഇടപാടുകളുമായി വളരെ വ്യക്തമായ ധാരണയുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത്. പക്ഷേ ഇവിടെയും ടാർഗറ്റ് വീണ വിജയൻ തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം അദ്ദേഹവുമായി അല്ലെങ്കിൽ ഈ CMRLന്റെ ഡയറക്ടറായിട്ടുള്ള അനിൽ ആനന്ദ പണിക്കരുമായി ED നടത്തുന്ന ആശയവിനിമയം വീണ വിജയൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും. എന്താണ് എക്സാലോജിക് എന്ന കമ്പനിയുമായിട്ടുള്ള ഇടപാട്? ഈ കരാറിൽ എന്തൊക്കെയാണ് പറയുന്നത്? കരാർ പ്രകാരമുള്ള സേവന പ്രവർത്തനങ്ങൾ എക്സാലോജിക്ക് നൽകിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയധികം തുക എക്സാലോജിക്കിന് നൽകിയത്? ആരാണ് ഈ കമ്പനിക്കകത്ത് എക്സാലോജിക്കിന് പേ ഔട്ട് നൽകുന്നതിനെ സംബന്ധിക്കുന്ന തീരുമാനമെടുത്തത്? ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അനിൽ ആനന്ദ പണിക്കരുമായി ആയിട്ടുള്ള ചോദ്യം ചെയ്യലിൽ ചോദിച്ചറിയാൻ ശ്രമിക്കുക. അവിടെയും അനിൽ ആനന്ദ പണിക്കരുടെ മൊഴി വീണയ്ക്ക് കുരുക്കായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇടപാടുകളെക്കുറിച്ച് വീണ വിജയനോട് 2 പ്രാവശ്യം ചോദ്യം ചെയ്യലിനിടെ നിരവധി ചോദ്യങ്ങൾ ED ചോദിച്ചിരുന്നു. ഇതിൽ പല ചോദ്യങ്ങൾക്കും അറിയില്ല എന്നാണ് വീണ ഉത്തരം പറഞ്ഞത്. എന്നാൽ ചില ചോദ്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ചില ഉത്തരം വീണ പറഞ്ഞിട്ടുമുണ്ട്. ഈ പറഞ്ഞതിൽ കളവുണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മൊഴിയിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ടോ എന്നാകും CMRL ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ ED അറിയാൻ ശ്രമിക്കുക. ആദ്യഘട്ടത്തിൽ CMRL ഉദ്യോഗസ്ഥരെയാണ് ആദ്യം ചോദ്യം ചെയ്യാൻ ഇരുന്നത് റെയ്ഡിന് ശേഷം. എന്നാൽ എൻഫോഴ്സ്മെന്റ് റെയ്ഡിൽ നിന്ന് ലഭിച്ച രേഖകൾ, അതോടൊപ്പം തന്നെ വീണ വിജയന്റെ ഫോണിൽ നിന്ന് ലഭിച്ച രേഖകൾ, അതിനപ്പുറം ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ CPM ആക്രമണം, ഇതെല്ലാം EDയുടെ സ്ട്രാറ്റജി മാറ്റാൻ അവരെ പ്രേരിപ്പിച്ചു. പിന്നീട് EDയുടെ മേധാവി തന്നെ നേരെ കേരളത്തിലെത്തുന്നു, ഉന്നതതല യോഗം ചേരുന്നു. അതിനുശേഷം അതിവേഗതയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ ആരംഭിക്കുന്നു. അതുകൊണ്ട് തന്നെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഇടപാടുകളെക്കുറിച്ച് ഉദ്യോഗസ്ഥരോട് പിന്നീട് ചോദിച്ചറിയാം. പക്ഷേ വീണ വിജയനിൽ നിന്നും ആദ്യം പരമാവധി വിവരങ്ങൾ തേടുക എന്ന ഒരു തന്ത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വീകരിച്ചത്. ആദ്യം ഈ റെയ്ഡുകൾ നടക്കുമ്പോൾ തന്നെ വീണ വിജയനിൽ നിന്നും ചില കാര്യങ്ങൾ അറിയാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശ്രമിച്ചിരുന്നു. തൊട്ടു പിന്നാലെ 2 തവണ ചോദ്യം ചെയ്യലിനായി ED ഓഫീസിൽ വിളിച്ചു വരുത്തുകയും ചെയ്തു. ഏതാണ്ട് 16-17 മണിക്കൂറുകളോളം ED ഓഫീസിൽ മാത്രം വീണ വിജയൻ ചോദ്യം ചെയ്യലിന് വിധേയമായി കഴിഞ്ഞിരുന്നു. ഇതിൽ നിന്നെല്ലാം വീണ വിജയന് ഈ ഇടപാടുകളുമായി വലിയ ബന്ധമില്ലെന്നും വീണ വിജയനെ മറയാക്കിക്കൊണ്ട് മറ്റാരോ ആണ് ഈ ഇടപാടുകൾ നടത്തിയതെന്നും EDക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. കാരണം നിർണായകമായ ട്രാൻസാക്ഷനുകളെ കുറിച്ച് വീണയ്ക്ക് ഒരു ബോധ്യവുമില്ല. ഈ സാഹചര്യത്തിലാണ് CMRL ഉദ്യോഗസ്ഥരെ ED നിരന്തരം ചോദ്യം ചെയ്യുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അതായത് CMRLന്റെ MD ആയിട്ടുള്ള ശശിധരൻ കർത്തയുടെ മകനെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. അദ്ദേഹവും കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അംഗമാണ്. മകൾ ഷിബി എസ് കർത്തയെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. അവരും ഡയറക്ടർ ബോർഡ് അംഗമാണ്. ഇപ്പോൾ ഇതാ മറ്റൊരു ഡയറക്ടർ ബോർഡ് അംഗമായ അനിൽ ആനന്ദ പണിക്കരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. അനിൽ ആനന്ദ പണിക്കർക്കാണ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നത് എന്നാണ് സൂചന. അതുകൊണ്ടാണ് അനിൽ ആനന്ദ പണിക്കരെ ചോദ്യം ചെയ്യുന്നത് ED നിർണായകമായി കാണുന്നത്. മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഉത്തരങ്ങൾ അത് വീണ വിജയൻ നൽകിയ മൊഴിയിൽ നിന്നും വൈരുദ്ധ്യമുള്ളതാണ് എങ്കിൽ തീർച്ചയായും വീണ വിജയന് കുരുക്കായി മാറും. നേരത്തെ SFIO അന്വേഷണ റിപ്പോർട്ടും അനുബന്ധ രേഖകളുമെല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിരുന്നു. ഇത് വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിച്ചേർന്ന നിഗമനം എന്നത് വീണ വിജയൻ പല ചോദ്യങ്ങൾക്കും SFIO ടീമിന് നൽകിയ ഉത്തരമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയിരിക്കുന്നത് എന്നതാണ്. വീണ വിജയന്റെ SFIO അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള മൊഴിക്കൊപ്പം അഭിഭാഷകനും കൂടി ഉണ്ടായിരുന്നു. മൊഴി കൊടുക്കാൻ വീണ വിജയൻ
വിജയനോടൊപ്പം അഭിഭാഷകനും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ EDയുടെ ചോദ്യം ചെയ്യലിൽ വീണ വിജയൻ മാത്രമാണ്. വീണ വിജയനോടുള്ള നേരിട്ടുള്ള ചോദ്യത്തിൽ വീണ വിജയൻ പകച്ചുപോയി ചില ചോദ്യങ്ങൾക്ക് മുന്നിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ചോദ്യങ്ങൾക്ക് വീണ കൃത്യമായ ഉത്തരം പറഞ്ഞില്ല. മാത്രമല്ല, നേരത്തെ മൊഴികളിൽ ചില വൈരുദ്ധ്യവുമുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നു. ഈ മൊഴിയിലെ വൈരുദ്ധ്യം ഇപ്പോൾ ഈ CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുമ്പോൾ ഉണ്ടാവുകയാണ് എങ്കിൽ അത് വീണയ്ക്ക് കുരുക്കായി മാറുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം വളരെ വേഗതയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 9ഓളം CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനാണ് ED നേരത്തെ പദ്ധതിയിട്ടിരുന്നത്. ഇതിൽ 4 പേർ മാത്രമേ നേരത്തെ എത്തിയിരുന്നുള്ളൂ. ഇപ്പോൾ ഇതാ വീണ്ടും 2 CMRL ഉദ്യോഗസ്ഥർ കൂടി എത്തുകയാണ്. വീണ വിജയനെ ചോദ്യം ചെയ്യുകയും SFIO രേഖകൾ വിലയിരുത്തുകയും ചെയ്തതിന് ശേഷമാണ് ഈ CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നത് എന്നത് നിർണായകമാണ്. തീർച്ചയായും 3ാം വട്ടം വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് വൈരുദ്ധ്യമുള്ള മൊഴികൾ കണ്ടെത്തുക എന്നതായിരിക്കും ഈ ED ഉദ്ദേശിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരം ചോദ്യം ചെയ്യലുകൾ കേസന്വേഷണത്തിൽ നിർണായകമാണ്. ED വളരെ വേഗതയിൽ കേസന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ചോദ്യം ചെയ്യലുകൾ. ഓരോ ദിവസവും കേസിലെ പ്രധാനപ്പെട്ട പ്രതികളെ വിളിച്ചു വരുത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമയം കളയാതെ തന്നെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. 2024 രജിസ്റ്റർ ചെയ്ത കേസിൽ 2026 ED തുടർ നടപടികൾ ആരംഭിച്ചത്. നേരത്തെ ED അന്വേഷണത്തിനെതിരെ കോടതി ഹർജികൾ ഉണ്ടായിരുന്നു. ED അന്വേഷണത്തിന് അനുകൂലമായ വിധിയാണ് ഹൈക്കോടതി നൽകിയത്. അതിനുശേഷമാണ് ED ഇത്തരത്തിൽ അതിവേഗതയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നിലവിൽ EDയുടെ അന്വേഷണം 2 തട്ടിലാണ്. ഒന്നാമത്തേത് 1ാം പിണറായി വിജയൻ സർക്കാരും CMRL കമ്പനിയും തമ്മിൽ നടത്തിയ ദുരൂഹമായ ചില ഇടപാടുകളെക്കുറിച്ചാണ് ഒരു ഭാഗത്ത് ED അന്വേഷിക്കുന്നത്. മറുഭാഗത്ത് വീണയ്ക്ക് പിന്നിലുള്ള ശക്തനായ ആ മനുഷ്യൻ ആര്, യഥാർത്ഥത്തിൽ ഈ ഇടപാടുകൾ നടത്തിയത് ആര് എന്നാണ് ED ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇത് സംബന്ധിച്ച് ചില സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇങ്ങനെ ഒരു സംശയം വന്നതോടുകൂടി വീണയുടെ ഭർത്താവ് മുഹമ്മദ് റിയാസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളും അതുപോലെ തന്നെ മറ്റ് സ്വത്ത് വിവരങ്ങളും എല്ലാം പരിശോധിക്കുന്നു എന്ന വാർത്ത ഇന്നലെ പുറത്തു വന്നിരുന്നു. അതായത് വീണ വിജയനും അതുപോലെ ഭർത്താവ് മുഹമ്മദ് റിയാസിനും ചില കമ്പനികളിൽ, പ്രത്യേകിച്ചും ഒരു പരസ്യ കമ്പനികളിൽ വൻ തുകയുടെ നിക്ഷേപമുണ്ട്. ഈ നിക്ഷേപത്തിൻ്റെ വരുമാന സ്രോതസ് ഏതാണ് എന്നാണ് ഇപ്പോൾ ED കൃത്യമായും ആലോചിക്കുന്നത്. അതിൻ്റെ കാരണം ശശിധരൻ കർത്തയുടെ കമ്പനിയായ CMRL നിന്ന് ലഭിച്ച കോഴപ്പണം അത് ഈ പരസ്യ കമ്പനിയിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്ന് EDയുടെ അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മാസപ്പടി കേസിൽ കഴിഞ്ഞ ദിവസം മുതൽ മുഹമ്മദ് റിയാസിൻ്റെ പേര് കൂടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആ ചർച്ച EDയുടെ ഈ അന്വേഷണത്തിൽ നിന്നും ഉണ്ടായതാണ്. ഇത്തരം ചോദ്യം ചെയ്യലുകൾ അതുപോലെ തന്നെ ഇത്തരം അന്വേഷണങ്ങൾ ഇതൊക്കെ നടക്കുമ്പോഴും CMRL ഉദ്യോഗസ്ഥരെ ഇപ്പോൾ പരമാവധി ചോദ്യം ചെയ്യുക, അവരിൽ നിന്നും പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്ന ഒരു നയമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വീകരിച്ചിരിക്കുന്നത് മാസപ്പടി കേസിൽ.